മിശിഹായാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അവൻ വന്നത് അതിനുവേണ്ടി, എന്നെ രക്ഷിക്കാൻ, എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി, എന്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടി, എന്റെ തകർച്ചകൾ ഇടപെടാൻ വേണ്ടി, എന്റെ ദുരിതങ്ങൾ ഇടപെടാൻ വേണ്ടി, എന്റെ രോഗങ്ങൾ ഇടപെടാൻ വേണ്ടി, നിന്റെ മുറിവുണക്കാൻ വേണ്ടി. അവൻ നല്ല സമറായന, അവൻ നല്ല സമറായന. വഴിയിൽ മുറിയേറ്റ് കിടക്കുന്നവനെ ആർക്കും വേണ്ട, എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ അവൻ കഴുതപ്പുറത്ത് വരികയാ. കഴുതപ്പുറത്ത് വന്നത് ഈശോ മിശിഹായാണത്. അവൻ കഴുതപ്പുറത്ത് ഇറങ്ങിയാണ്. അവൻ ഇറങ്ങിയത് നിനക്ക് വേണ്ടിയാണ്. അവൻ ഇറങ്ങിയിട്ട് ആ സമരിയാക്ക് മുറിവേറ്റ് അർത്ഥപ്രാണനായിട്ട് കിടക്കുന്ന പാപി അർത്ഥപ്രാണനാണെന്ന് പറഞ്ഞത്. പാപത്തിൽ കഴിഞ്ഞ അർത്ഥപ്രാണന. അവൻ പകുതി ജീവനേ ഉള്ളൂ. മദ്യപാനിക്ക് പകുതി ജീവനേ ഉള്ളൂ. വ്യഭിചാരിക്ക് അർത്ഥപ്രാണനാണവന്. സ്വയം പോയി അർത്ഥപ്രാണനാണവന്. സ്വർഗരീതിക്കാരനവൻ അർത്ഥപ്രാണനാണ്. അന്ധവിശ്വാസങ്ങൾ കഴിയുന്ന മക്കൾ അർത്ഥപ്രാണനാണ്. മറ്റു വിശ്വാസങ്ങളിലും വിഗ്രഹാരാധന കഴിയുന്നവര് അർത്ഥപ്രാണനാണ്. അവര് അങ്ങനെയാണ്. അവർക്ക് ജീവൻ മുഴുവൻ കിട്ടുന്നത്, ജീവന്റെ പൂർണ്ണതയിലോട്ടെത്തുന്നത് ഈശോ മിശിഹായിലൂടെ മാത്രമാണ്. യേശുവാണ് അവർക്ക് ജീവൻ കൊടുക്കാൻ പോകുന്നത്. യേശുവാണ് അവരെ രക്ഷിക്കാൻ പോകുന്നത്. യേശു വന്നത് അവനെ വീണ്ടെടുക്കാൻ വേണ്ടിയാ. അവനെ എടുത്ത് അവൻ കഴുതപ്പുറത്തിരുത്തിക്കൊണ്ട് അവനെ കൊണ്ടുപോവുക സത്രത്തിലേക്ക്. സത്രം സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോവുക. ആ യേശു എന്നെ ഏറ്റെടുക്കാൻ വേണ്ടി, യേശുവിനെ എടുക്കാൻ വേണ്ടി മുറിവേറ്റവനായ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്റെ യേശുവേ എന്നെ കരുണയായിരിക്കണം പ്രാർത്ഥിക്കണം. ബർത്തിമേയുസ് പ്രാർത്ഥിച്ചതുപോലെ വഴിയിൽ കിടന്ന് അവൻ അവൻ നിലവിളിക്കുക, ദാവീദിന്റെ പുത്ര യേശുവേ പാപിയാ എന്റെ മേൽ കരുണയായിരിക്കണേ എന്ന് വിളിക്കുക. അങ്ങനെ വിളിച്ചാൽ മതി, അങ്ങ് വിട്ടുകൊടുത്താൽ മതി. അവിടെ നീ തിരസ്കരണ മനോഭാവത്തോടെ നിൽക്കരുത്. എനിക്ക് യേശു വേണ്ട, എനിക്ക് യേശുവിന്റെ ആവശ്യമില്ല, എനിക്ക് ക്രിസ്തുവിനെ ദൈവമാക്കേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ കാണുന്നില്ല, അങ്ങനെ തള്ളിപ്പറയാറുന്ന മാത്രം മതി. നിന്നെ വീണ്ടെടുക്കാൻ യേശുവിന് സാധിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവിന്റെ കുരിശിന്റെ ഇടത്തും വലത്തും രണ്ട് കള്ളന്മാര് കടന്നിരുന്നു. അത് ഒരുവനെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് നല്ല കള്ളനെന്ന. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ദുഷ്ടനെന്ന് പറയുന്നില്ലെങ്കിലും അവനെ കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല. രണ്ടുപേരും സഹനത്തിൽ കഴിയുക, രണ്ടുപേരും തകർച്ചയിൽ കഴിയുക, രണ്ടുപേരും പ്രതിസന്ധി കഴിയുക, രണ്ടുപേർക്ക് ഒരേ കുറ്റം, രണ്ടുപേരും ഒരേ പാപം ചെയ്തു. എന്നാൽ ഒരുവൻ രക്ഷപ്പെടുന്നു, ഒരുവൻ പർദീസയിലേക്ക് പോകുന്നു, മറ്റവൻ പർദീസയിലേക്ക് പോകുന്നില്ല. കാരണം ശരിക്കും പർദീസയിലേക്ക് പോകുകയല്ല, പർദീസയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ആർക്കും പർദീസയിലേക്ക് പോകാൻ പറ്റില്ല, ഒരാൾ കൊണ്ടുപോകണം നമ്മളെ. ആ കൊണ്ടുപോകുന്നവനാണ് യേശു ക്രിസ്തു. അവന് മനസ്സിലായി യേശു ക്രിസ്തുവിനെ ആശ്രയിച്ചാൽ യേശു അവനെ പർദീസയിൽ എത്തിക്കുമെന്ന് ഒരു കള്ളനെ മനസ്സിലായി. അവൻ അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ യേശുവേ എന്ന് വിളിച്ചപ്പോൾ യേശു അവനെ ഏറ്റെടുത്തു. അവൻ സർവശക്തനാ, അവനെ ഏറ്റെടുക്കാൻ പറ്റും. അവൻ കഴിവുള്ളവനാ, പവറുള്ളവനാ, പാപത്തെയും മരണത്തെ തോപ്പിച്ചവനാ. അവൻ ഏറ്റെടുത്തിട്ട് അവനെ കൊണ്ട് പോവുക. ഇന്ന് നീ എന്നോട് കൂടെ, ഇന്ന് തന്നെ നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. അതാണ് യേശു നൽകുന്ന രക്ഷ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. യേശുവിന്റെ നാമം വിളിച്ചുപേക്ഷിക്കും. ഓർത്തണം, യേശു നിന്നെ ഏറ്റെടുക്കുകയാണ്. നമ്മളാരും പോകുകയല്ല. നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ട് പോലും സ്വർഗത്തിൽ പോകാനാവില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവുകൾ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. ആരെന്തോരം ശ്രമിച്ചാലും പോകാൻ പറ്റത്തില്ല. ആർക്കും അവിടെ കയറാൻ പറ്റത്തില്ല. അവിടെ ഒരാൾക്ക് നമ്മൾ കൊണ്ടുപോകാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഒറ്റൊരാൾക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരേ ഒരുവന് മാത്രം, നസ്രായനായ യേശു ക്രിസ്തുവിന് മാത്രം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ആ യേശുവിനെ നിന്റെ ദൈവമായിട്ട് ഏറ്റുപറയണം, നിന്റെ കർത്താവായിട്ട് ഏറ്റുപറയണം, അങ്ങ് സ്വീകരിക്കണം, അങ്ങ് വിവാഹം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മീയമായ ബന്ധത്തിലേക്ക് വരിക, അവനുമായിട്ട് സ്വന്തമാകണം, അവൻ്റെതായിട്ട് തീരണം, അവന്റെ സ്വന്തമായി തീരണം. അത്രമാത്രം മതി. അവൻ നിന്നെ സ്വർഗത്തിലേക്ക്, പർദീസയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവം നിനക്കുണ്ടാകും. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. അഭിഷേകം കൊടുക്കട്ടെ. പോരാ, ഒറ്റ വിളി യേശുവേ, യേശുവേ, അതുകൊണ്ട് ആർക്കും സ്വയം പുണ്യവാനാകാനാവില്ല, ആർക്കും ഒരു പുണ്യവതിയാകാനാവില്ല, ആർക്കും സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല. ഒരു മനുഷ്യൻ നോക്കിയാൽ പോലും പറ്റിയല്ല. എത്ര കഴിവുള്ളത് നോക്കിയാൽ നടക്കുകയില്ല, എത്ര ധനവാൻ നോക്കിയാൽ നടക്കില്ല, എന്തെല്ലാം ഒന്നും പറ്റില്ല. അവിടേക്ക് ഒരാൾക്ക് തന്നെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആ കൊണ്ടുപോകുന്നവനാണ് യേശു മിശിഹ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതായത് മനുഷ്യനായിട്ട് അവതരിച്ചവൻ, നമുക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ചവൻ, എൻ്റെ പാപത്തിന്, നിന്റെ പാപത്തിന് പരിഹാരം ചെയ്തവൻ, എനിക്ക് വേണ്ടി മരണം വരെ സഹിച്ചവൻ, മരിച്ചവൻ, എനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ചവൻ, അവസാനത്തുള്ളി ചോര വരെ ചിന്തിയവൻ, എനിക്ക് വേണ്ടി അവൻ ഉത്ഥാനം ചെയ്തവൻ, അവന് മാത്രമേ എന്നെ പറ്റുള്ളൂ. അതാണ് ഫെയ്ത്ത്. ആ ഒരു വിശ്വാസം ഹൃദയത്തിൽ നഷ്ടപ്പെട്ടേക്കരുത്. അത് പോയാൽ എല്ലാം പോയി, അത് പോയാൽ മുഴുവൻ പോയി, എല്ലാം പോയി. ആ ക്രിസ്തുവാണ് നിന്നെ വീണ്ടെടുക്കുന്നവൻ. അർത്ഥപ്രാണൻ. പാപം ചെയ്യുന്നവൻ അർത്ഥപ്രാണനാണ്. പാപത്തിൽ
കഴിഞ്ഞവൻ അവൻ പതിൽ ജീവനേ ഉള്ളൂ. അവന് ഭരിക്കാൻ പോകുന്നവനാണ്, മരണത്തിലേക്ക് പോകുന്നവനാണ്, ഉടനെ മരണം വരാൻ പോകുന്നവനാണ്, ഉടനെ അവന് അപകടം ഉണ്ടാകും. അതാണ് ഈശോ ഇതാ ഈ ഭൂമിയിലോട്ട് വന്ന് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടിയാ. പാപത്തിൽ കഴിയുന്ന മക്കളെ മുഴുവനും ഏറ്റെടുത്തിട്ട് കഴുതപ്പുറത്ത് വന്ന ഈശോനാഥൻ ഇതാ അവനെ എടുത്തുകൊണ്ട് അവനെ കൊണ്ട് പോവുകയാണ്. ആർക്കും വേണ്ടാത്തവനെ ഈശോ ഏറ്റെടുക്കുന്നു. പിടിക്കുന്ന മക്കൾ പറയാ, എന്നെ ആർക്കും വേണ്ടോ, എന്റെ അപ്പനെ വേണ്ട, എന്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, എന്റെ ഭർത്താവിന് എന്നെ വേണ്ട, എന്റെ മകൻ എന്നെ വേണ്ട, എന്റെ മകൾക്ക് എന്നെ വേണ്ട, എന്റെ ആർക്കും എനിക്ക് വേണ്ട, ആർക്കും എന്നോട് ഇഷ്ടമില്ല, ആരെന്നെ സ്നേഹിക്കുന്നില്ല. അതാണ് മുറിവേറ്റ് കിടക്കുന്നവൻ അവനാണ്. മുറിവേറ്റ് കിടക്കുന്നവൻ, അതാണ് മുറിവ്. അത് മുറിവിന്റെ ഫലമാണ്. ഈ ലോകം നമ്മളെ മുറിപ്പെടുന്ന കാലഘട്ടം, ഈ കാലഘട്ടം ചതിയുടെ കാലഘട്ടം. എല്ലായിടത്തും മുറിപ്പെടുത്തും മുഴുവൻ. അതാണ് അവൻ അക്രമികൾ അവനെ കൊള്ളക്കാർ ലോകം മുഴുവൻ കൊള്ളക്കാര, മോഷ്ടിക്കുന്ന ആളുകൾ, നമ്മളിലുള്ള ദൈവികത എടുത്ത് കളയുന്നവർ, നമ്മുടെ വിശുദ്ധിയെ എടുത്ത് കളയുന്നവർ, നമ്മുടെ വിശ്വാസം എടുത്ത് കളയുന്നവർ, നമ്മുടെ സമ്പത്ത് എടുത്ത് കളയുന്നവർ, നമ്മുടെ ആരോഗ്യം കളയുന്നവർ. അതാണ് ലോകം. അതാണ് ലോകത്തിന്റെ സ്വഭാവമാണ്. ലോകം ഒരു ജയില് പോലെയാണ് കിടക്കുന്നത്. ഈ ലോകത്തിൽ അതേ കിട്ടുകയുള്ളൂ. ലോകത്തിൽ നിങ്ങൾ വേറൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എവിടെ മുഴുവൻ കൊള്ളക്കാര. ഈ കൊള്ളക്കാരല്ല, അതാണ് പാപം. സാത്താന്റെ മക്കൾ. അതാൽ മുറിവേറ്റ് കിടക്കുന്ന മക്കൾ, മുറിവേറ്റിങ്ങനെ വഴി ഒത്തിരി മക്കൾ കിടപ്പുണ്ട്. നമ്മുടെയൊക്കെ ശുശ്രൂഷ ഈ മുറിവേറ്റ മക്കളെ ഓരോരുത്തരെയും ഏറ്റെടുത്ത് അവരെ കർത്താവിന്റെ കൂടെ കൊണ്ടുപോയി കർത്താവിന്റെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്ത് യേശു അവരെ കൊണ്ടുപോകും. ഞങ്ങളുടെ ആകെ ദൗത്യം നിങ്ങൾ ഓരോരുത്തരെയും യേശുവിനെ ഏൽപ്പിക്കുക എന്ന് മാത്രമാണ്. ഹല്ലേലൂയാ. യേശുവിനെ ഫലമേൽപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഏൽപ്പിച്ചു കഴിയുമ്പോൾ യേശുവാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. യേശു നിങ്ങളെ നിത്യജീവനിലേക്ക്, സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. അതുകൊണ്ട് ആ വിഷയം നിങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റ് കിടക്കുന്ന മക്കളാ, ഇത് മുഴുവൻ മുറിവേറ്റവരാ. ഇരിക്കുന്ന മുഴുവൻ അതെ തളർന്ന മക്കളാ. മോഷ്ടാക്കൾ കാണും, അതിനകത്ത് വ്യഭിചാരികൾ കാണും, എയ്ഡ്സ് രോഗികൾ കാണും, മാരക രോഗികൾ കാണും, ആരുമില്ലാത്തവർ, ഭയങ്കര കോപം നിറഞ്ഞവർ കാണും, തെറി പറയുന്നവർ കാണും, ശപിക്കുന്നവർ കാണും. എന്നെ ആരുമില്ല, ഒന്നുമില്ല, ജീവിതത്തിന് അർത്ഥമൊന്നുമില്ലെന്നും. അതെല്ലാമാണ് തളർന്ന് കിടക്കുന്ന, മുറിവേറ്റ് വഴി കിടക്കുന്ന വഴിയോരങ്ങൾ മുറിവേറ്റ് കിടക്കുന്ന മക്കള്. അവരെ രക്ഷിക്കാൻ ഒരുവനേ ഉള്ളൂ, ഒരുവൻ മാത്രമേ ഉള്ളൂ, നസ്രായനായ യേശു ക്രിസ്തു മാത്രം. ആ കർത്താവിനെ നീ അറിയണം, ആ കർത്താവിനെ ഏറ്റുപറയണം, ആ കർത്താവിന് വിശ്വാസം അർപ്പിക്കണം. അപ്പോൾ നീ രക്ഷപ്പെടാം. വിശ്വസിച്ചാൽ മതി. രണ്ട് കള്ളന്മാർക്കും സ്വർഗത്തിൽ പോകാമായിരുന്നു. പക്ഷെ ഒരുവൻ അഹങ്കാരം, ഭാവി പറയാ, ഇല്ലെന്നേ, ആർക്കും അവനെ രക്ഷപ്പെടുത്താനാവില്ല. അതാണ് ഒരു കള്ളന്റെ പ്രഘോഷണം. ഒരു കള്ളൻ പറയുന്നു, ആരും നോക്കിയാലും രക്ഷപ്പെടിയല്ല. ഞാൻ കള്ളനായി, ഞാൻ കട്ടെടുത്തവന്, ഞാൻ കൊലപാതകം ചെയ്തവന്, ഞാൻ തിന്മ ചെയ്തവന്, ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പോ മറ്റേ കള്ളം പറയും, അങ്ങനെയല്ല, ഇവന് പറ്റും, ഇവനെ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഇവന് മാത്രമേ പറ്റുള്ളൂ. അവനത് അറിഞ്ഞിരുന്നു. എവിടുന്ന് അവൻ കേട്ടിരുന്നു, ഇവനെ ആശ്രയിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന്, ഇവനെ കൂട്ടുപിടിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന് അവൻ എവിടുന്നോ കേട്ടിരുന്നു. എവിടെ വെച്ചോ അവൻ കേട്ടിരുന്നു. ഇവന്റെ പേര് പറഞ്ഞാൽ മതി സ്വർഗത്തിൽ കയറാം. വേറെ ആളുടെ പേരും കൊണ്ട് ചെന്നാലും സ്വർഗത്തിൽ കയറാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ കയറാൻ വേണ്ടി അവിടെ ഒരു പേര് പറഞ്ഞാൽ മതി, ഇന്നയാളുടെ ആളാന്ന് പറഞ്ഞാൽ മതി, നിനക്ക് അവിടെ കയറി പറ്റും. അല്ല വേറെ ആളുടെ പേര് പറഞ്ഞാലും അവിടെ കയറിയാലോ. ഒരാളുടെ പേര് പറഞ്ഞാൽ അവിടെ കയറാൻ പറ്റൂ. കുരിശിൽ രക്തം ചിന്തി മരിച്ച നിന്റെ പാപത്തിന് പരിഹാരം ചെയ്ത യേശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അവിടെ കയറ്റുന്നത്. ആ യേശുവിനെ നീ അറിയണം, ആ യേശുവിനെ സ്വന്തമാക്കണം. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒറ്റ വിളി കരമുയർത്തി യേശുവേ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ആടിയട്ടെ, 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 ആടിയട്ടെ. ആമേൻ, 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 ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഈശോയുടെ ആഗമനത്തിന്റെ ലക്ഷ്യം മുറിവേറ്റവനെ തേടിയെടുക്കുക എന്നുള്ള. പാപിക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. അവൻ അത്ര സഹിച്ചത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ പാപം ചെയ്തു, നമ്മൾ ദൈവകൽപ്പന ലംഘിച്ചു, നമ്മുടെ പിതാക്കന്മാർ ദൈവകൽപ്പന ലംഘിച്ചു, നമ്മുടെ മക്കൾ ദൈവകൽപ്പന ലംഘിച്ചു, നമ്മുടെ സമൂഹം മുഴുവൻ ദൈവകൽപ്പന ലംഘിച്ചു. എല്ലാവരും ലംഘിച്ചു. പാപം ചെയ്യാത്ത ആരും ഈ ഭൂമിയിലില്ല, പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാവരും പാപം ചെയ്തു. ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അകറ്റപ്പെട്ടപ്പോൾ ദൈവം തന്റെ വലിയ കരുണയാൽ തന്റെ സ്വപുത്രനെ കാൽവരിയിൽ ബലിയർപ്പിച്ചുകൊണ്ട് നിന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്ത് വീണ്ടെടുക്കുക. അതുകൊണ്ട് നിങ്ങൾ അവന്റെ നാമം എപ്പോഴും വിളിച്ചോണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. മരണസമയത്ത് വിളിക്കണം, യേശുവേ വിളിക്കണം. അതാമ വിളിച്ചോണ്ട് മരിച്ചാൽ മതി. ആ നാമം വിളിക്കുന്ന വലിയ മാരക പാപം രക്ഷപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് വിളിക്കുന്ന മക്കളെ, നിങ്ങൾ ദൈവത്തേക്ക് തിരിച്ചു വരും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ.
എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് ദൈവത്തിന്റെ പട്ടണത്തിൽ നിന്നും അവർ ലോകത്തിന്റെ പട്ടണത്തിലേക്ക് പോകുക, പാപത്തിന്റെ ഇരുട്ടിലേക്ക് പോവുകയാണ്. അവര് ഇരുട്ടിന്റെ വഴിയിലോട്ട് പോവുക. തിരിച്ചു പോകുന്ന മക്കൾ ഇന്നുണ്ട്. ചിലർക്ക് ആത്മീയ ജീവിതത്തിൽ വന്ന ശേഷം തിരിച്ചു പോകുന്ന മക്കളുണ്ട്. ചിലപ്പോൾ ഇവിടെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ചില തിരിച്ചു പോകുന്നത് ചില പാപത്തിന്റെ വഴിയിലൂടെ തന്നെ തിരിച്ചു പോകുന്ന ആൾക്കാർ കാണും. അതാണ് തിരിച്ചു പോകുമ്പോൾ ഓർത്തണം, നിന്റെ പുറകെ നിന്റെ കർത്താവായ യേശു കൂടി ഉണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവന് തമ്പുരാന്റെ പക്കലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിന്റെ കൂടെ ഈശോ ഉണ്ട്. ഈശോ വരിക, പുറകെ വരിക, അവർ തർക്കിക്കുക, അവർ വചനം കൊടുത്ത് അവർ വീണ്ടെടുത്ത്. അപ്പോൾ യേശു അനുഭവം അവർക്കുണ്ടായി. ഉടനെ അവർ പാപത്തോടും ഇരുട്ടിനോടൊക്കെ വിട പറഞ്ഞ് എമ്മാവുസ് പ്രദേശത്തോട് തന്നെ അവർ വിട പറഞ്ഞ് സുഭിക്ഷതയുടെ നാടുകളോടെല്ലാം വിട പറഞ്ഞ് അവരുടെ ദൈവത്തിന്റെ പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുക. ആ രാത്രി തന്നെ ദൈവത്തിന്റെ പട്ടണത്തിലേക്ക് ജെറുസലേമിലേക്ക് പോവുക. ജെറുസലേമിലേക്ക് പോകുന്ന ജനം, തിരിച്ചു പോകുന്ന ശിഷ്യന്മാര്, ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന മക്കള് ഉണ്ട്. ഈ ശുശ്രൂഷ നിന്റെ ഇരുട്ടിനോടെല്ലാം വിട പറയണം. ഇരുട്ടിനോട് വിട പറയാത്തതിന് കാരണം ഈശോ കൂടില്ലാഞ്ഞിട്ടല്ല. നമ്മൾ തെറ്റായ അറിവുകൾ വന്നു, തെറ്റായ ബോധ്യം വന്നു, ലോകത്തിന്റെ പ്രബോധനങ്ങൾ വന്നു, സത്തം നമ്മൾ കൊണ്ടുപോവുക, സത്തം വലിച്ചുകൊണ്ട് പോവുക. മദ്യപാനമാടാ സുഖം, വഴിവിട്ട ബന്ധമാടാ ജീവിതത്തിൽ നേട്ടം. ഈ അപ്പനെ പീഡിപ്പിക്കണം, അതാണ് നിനക്ക് നേട്ടം. അന്യന്റെ സ്വത്ത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം, എങ്കിലും വളരെ ഉള്ളടാ. ഏത് കള്ളത്തരം കാണിച്ചു പണം ഉണ്ടാക്കണം, അമിത പലിശയ്ക്ക് നീ പണം ഉണ്ടാക്ക്, സ്വസ്ഥത കിട്ടൂടാ. ജടിക സുഖം, സെക്സ്, പാപം, അതിന് ബ്ലൂ ഫിലിം, മ്ലച്ഛത, എല്ലാത്തിനും പോടാ. അവിടെയാണ് ആനന്ദം ഇരിക്കുന്നത്. അതാണ് ആനന്ദം. ചതിക്കട, എല്ലാത്തിനും ചതിച്ചാൽ പേടിക്കേണ്ട. അതെല്ലാം തിരിച്ചു പോകുന്ന ദൈവത്തിന്റെ പട്ടണത്തിൽ നിന്ന് വിട്ടുപോകുന്ന മക്കൾ അങ്ങനെയാ. ഇരുട്ടിന്റെ വഴിയിലൂടെ പോകുന്ന മക്കളാ, അന്ധകാരത്തിന്റെ വഴിയിലൂടെ പോകുന്ന മക്കളാ, ലോകത്തിന്റെ വഴിയിലൂടെ പോകുന്ന മക്കളാ. അവിടേക്ക് പോവുകയാണ് അവര്. പക്ഷേ അവരുടെ ഉള്ളിൽ ഭയമുണ്ട്. എപ്പോഴും ഭയം അവരുടെ കൊണ്ടുള്ളുണ്ട്. നാളെ എൻ്റെ ജീവിതം എങ്ങനെയാവും? ഞാൻ കല്യാണം കഴിച്ചാൽ ശരിയാവുമോ? എൻ്റെ മക്കൾ ശരിയാകുമോ? എൻ്റെ ഭാര്യ ശരിയാകുമോ? എൻ്റെ ഭർത്താവ് ശരിയാണോ? എൻ്റെ ഭാര്യ ശരിയാണോ? എൻ്റെ മക്കൾ ശരിയാണോ? എൻ്റെ ജോലി ശരിയാകുമോ? എല്ലാം അസ്വസ്ഥയായി. എമ്മാവുസിലേക്ക് 2 ശിഷ്യന്മാർക്ക് സന്ധ്യ ആയില്ല, ഇരുട്ടിട്ട് പോലുമില്ല. പക്ഷേ പറഞ്ഞു, നമുക്ക് അകത്ത് കയറാം, ഉൾവലിയ, നമുക്ക് അകത്തോട്ട് കയറിയേക്കാം. ഇവിടെ നീ പോകണ്ട, ആരും പോകണ്ട. പേടിയുണ്ട്. പാപിയുടെ ഉള്ളിൽ ഭയമുണ്ട്. മദ്യപാനിയുടെ ഉള്ളിലാ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയമുള്ളത്. പണത്തിന് വേണ്ടി ഓടി നടക്കുന്നവനാ ഏറ്റവും കൂടുതൽ ഭയമുള്ളത്. ബിസിനസ്സുകാരന് ഏറ്റവും കൂടുതൽ ഭയമുള്ളത്. കാശുകാരന് പേടിയുള്ളത്. വിദ്യാഭ്യാസം പേടിയാണ്, ഇരുട്ടാണ്, ഉള്ളിൽ ഭയമാണ്. വ്യഭിചാരത്തിന് വഴിയിലൂടെ പോകുന്നവന് ഭയമാണ്. അവൻ്റെ ഉള്ളിൽ തിന്മ കയറിയിട്ട് ഭയം കൊടുക്കുകയാണ്. അവൻ മ്ലേച്ഛതയ്ക്കും ഭയമാണ്. കൊച്ചുകുട്ടികളിൽ പോലും ഭയം വരികയാ. എല്ലാ തിന്മയ്ക്കും ഭയമാണ്. നാളെ കുറിച്ച് മുഴുവൻ പേടിയാണ്. ഇവിടേക്ക് നമ്മുടെ എല്ലാം മുഖത്ത് ഒരു ഭയം ഇരിപ്പുണ്ട്. ആ ഭയം മാറ്റണം. ആ ഭയം പാപം. നമ്മൾ ദൈവത്തിന്റെ പട്ടണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ പരിണിത ഫലമാണിത്. ദൈവബന്ധം മുറിച്ചതിന്റെ പരിണിത ഫലമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിനെ വിളിക്കണം. ഒറ്റ വിളി, യേശുവേ. 2 കരം ഉയർത്തി, യേശുവേ. വിളിക്കട്ടെ, യേശുവേ, യേശുവേ, യേശുവേ. രക്ഷിക്കണേ. ആമേൻ, ആമേൻ, ആമേൻ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. എഴുന്നേറ്റ് ഒരു വലിയ കൃപ തരാൻ പോവാ. ഈ സമയത്ത് കർത്താവ് വലിയ കൃപ തരാൻ പോവാ. അച്ഛൻ ഈശോ നമ്മൾ ജ്വലിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ജ്വലിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരിലും ആത്മാവുണ്ട്, പരിശുദ്ധമായ ശക്തിയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എല്ലാ മക്കളിലേക്കും ഇറങ്ങിയിട്ട് എല്ലാ മക്കളുടെ ബന്ധനങ്ങൾ അടിയട്ടെ. സാത്താന്റെ ശക്തിയിൽ വിട്ടുപോകട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എഴുന്നേറ്റ് സ്തുതിക്കട്ടെ. പോരാ. പോരാ. ജീസസ് കരമുയർത്തി കൈയടിച്ച് പോരാ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേ ആവസിച്ചു. നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ പരിശുദ്ധാത്മാവേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു
എങ്ങുമേ ആവസിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ജെറമിയ പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. ജെറമിയ പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ. കൈകൾ ഉയർത്തി കൈകളടിച്ച് പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്ന് നീക്കിയല്ലോ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ എല്ലാവരിലും നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ലോകം മുഴുവനിലേക്ക് കൃപയൊഴുകട്ടെ. ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും മൂലയിരുന്നുണ്ട് ആരെങ്കിലും കൂട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേലും കുടുംബത്തിന്റെ മേലും കൃപയ്ക്ക് മേൽ കൃപയൊഴുകട്ടെ. പന്നിക്കൂട്ടിൽ മുൾപ്പടർത്തിൽ പെരുവഴി മാനം നൊന്തു കരയും ഇടവഴിയിൽ ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു ആശ്വാസത്തിൻ തണുപ്പേകി പരിരക്ഷിച്ചു. പന്നിക്കൂട്ടിൽ മുൾപ്പടർത്തിൽ പെരുവഴി മാനം നൊന്തു കരയുന്ന ഇടവഴി ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു ആശ്വാസത്തിൻ തണുപ്പേകി പരിരക്ഷിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിച്ചു അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ. കരമുടിയാട്ടി കൈകളടിച്ച് ആടിയട്ടെ. കരഘോഷത്തോടെ സ്തുതിച്ചിടുവിൻ അത്യുന്നത നാമത്തെ പുകഴ്ത്തിയിടുവിൻ. എല്ലാ നാമത്തെക്കാളുപരിയായി യേശുവിന്റെ നാമത്തെ ഉയർത്തിയിടുവിൻ. കരഘോഷത്തോടെ സ്തുതിച്ചിടുവിൻ അത്യുന്നത നാമത്തെ പുകഴ്ത്തിയിടുവിൻ. എല്ലാ നാമത്തെക്കാളുപരിയായി യേശുവിന്റെ നാമത്തെ ഉയർത്തിയിടുവിൻ.
നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ നിറയണമേ. കാലഘട്ടത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ. ഒറ്റ വിളി കരമയത്തെ യേശുവേ. കൈകളടിച്ച് യേശു, my Lord and God, yeah, my Lord and Savior, O Lord. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. കരമുയർത്തി കൈകളടിക്കണം. Hallelujah, amen, hallelujah, hallelujah, amen, hallelujah, hallelujah, amen, hallelujah, hallelujah. യേശുവിന് ഹല്ലേലൂയ കൊടുക്കണം. Hallelujah, amen, hallelujah, hallelujah, amen, hallelujah. Hosanna, 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 യേശുവിന് Hosanna, 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 Hosanna. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹോസാന 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 ഹോസാന. കൈകളുയർത്തി കൈകളുയർത്തി വീശിക്കൊണ്ട് Hosanna, 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 Hosanna. എന്റെ ദൈവത്തിന്, എന്റെ കർത്താവിന്, എന്റെ ഈശോയ്ക്ക്, ഭാവിയെ സ്നേഹിച്ച ദൈവത്തിന് Hosanna, 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 Hosanna. കൈകളടിച്ച് Hosanna, Hosanna, കൈകളടിച്ച് Hosanna, 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 Hosanna. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ കണ്ണുകളടച്ച് ഈശോയെ സ്നേഹിച്ച് പക്ഷെ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉജ്ജ്വലിച്ച് നിൽക്കുന്നത്. എമൗസിലേക്ക് ശിഷ്യന്മാരെ പോകുമ്പോൾ നമ്മുടെ കൂടെ കർത്താവുണ്ട്.
ആ കർത്താവിന്റെ സാന്നിധ്യം ഇപ്പം നമ്മളെ നന്നായിട്ട് പ്രാർത്ഥനയിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ, യേശുവോട് പറ, എല്ലാ വേദനയും പങ്കുവയ്ക്കുക. Just surrender all your pains and difficulties. Just surrender all your pains and difficulties. Oh Lord, have mercy on me and deliver me from the power of evil. Oh Jesus, break all my evil chains. Holy Spirit, come and deliver me from the power of evil. Anoint me, anoint me. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. We are the living water, never drying fountain, comforter and counselor, take us full control. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. Holy Spirit, come. We are in your presence. Fill us with your power. Live inside of me. കരങ്ങൾ ഉയർത്തി യേശുവേ. Oh my Jesus, oh my Jesus, have mercy on me, oh Lord. We are the living water, never drying fountain, comforter and counselor, take us full control. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside me. Holy Spirit, come and deliver me from the power of evil. Grant us peace, mercy. I'm with tears. I'm standing here with tears. My heart is filled with tears and difficulties. I don't know how to go ahead. I'm terribly wounded, oh Lord Jesus. Pour your Holy Spirit upon me and everyone here. And deliver them from the power of evil. And break all evil chains. And protect your children. Empower your children. കരങ്ങൾ ഉയർത്തി യേശുവേ. ഉച്ചത്തിൽ You're the living water, never drying fountain, comforter and counselor,
inside of me. Live inside of me. Come to my heart. Live inside of me. Come to my family. Live inside of me. Come into my wounds. Live inside of me. എല്ലാ മക്കളെ തുടരണേ പരിശുദ്ധാത്മാവേ. എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. എല്ലാ മക്കളെ കൈവടിച്ചു കൊടുക്കണം. ബന്ധനം അഴിച്ചു കൊടുക്കണേ. കെട്ടുപൊട്ടിക്കണേ. അഭിഷേകം ഒഴുകട്ടെ. ശക്തി ശക്തി പവർ പവർ Live inside. You're the living water, never drying fountain, comfort ever counselor, take us full control. Welcome Holy Spirit. We are in your presence. വെളിപ്പെടുത്തി കാണിച്ചിരുന്നു. രോഗിണിയായ കണ്ണിന് ഒരു മാരക രോഗമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് വെളിപ്പെടുത്തി ശക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. ക്യാൻസർ രോഗമുള്ള 4 മക്കളുടെ മേൽ കർത്താവ് ഇപ്പോൾ കൈവച്ചിരിക്കുന്നത് വെളിപ്പെട്ടുകൊണ്ട് ശക്തമായിട്ട് ഒറ്റ വിളിച്ചേ. വെളിപ്പെടുന്നു. 27 യുവാക്കൾ യുവതികൾ എന്നിവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കൃപ ഒഴുകിക്കൊണ്ട് അവരെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും എന്താണ് വെളിപ്പെടുന്നത് ശക്തമായിട്ട്. ലിവർ സിറോസിസ് രോഗമുള്ള ഒരാളെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് വെളിപ്പെടുത്തി ശക്തമായിട്ട് വെളിപ്പെടുന്നു. വിട്ടുമാറാതെ തലവേദന രോഗമുള്ള മൈഗ്രെയിന്റെ തലവേദനയുള്ള 9 മക്കൾക്ക് കർത്താവ് ഇപ്പോൾ പരിപൂർണ്ണ സൗഖ്യം കൊടുത്ത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി ശക്തമായിട്ട് ഈശോ കാണിച്ചിരുന്നു. 100 കണക്കിന് മക്കൾക്ക് ജീവിതത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുവാനുള്ള അനുഗ്രഹം കൊടുത്തുകൊണ്ട് കർത്താവ് കൃപ കൊടുത്തുകൊണ്ട് കർത്താവ് അല്ലെങ്കിൽ വെളിപ്പെടുത്തി ശക്തമായി അനേക മക്കളെ കർത്താവ് കാണിച്ചു. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ ഈ വഴിയിലൂടെ നടന്നുപോയിക്കൊണ്ടിരുന്ന അനേക മക്കൾ ഇതാ അത് ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പക്കലേക്ക് തിരിച്ചു വരുന്നതായിട്ട് ദൈവത്തിന്റെ പട്ടണത്തിലേക്ക് തിരിച്ചു വരെ വെളിപ്പെട്ട് കിട്ടുന്നു. ദേശത്തിന്റെ മേൽ മഴ പെയ്ച്ച് കർത്താവ് ദേശത്തിന്റെ മേൽ കൃപ കൊടുക്കുന്നതായിട്ട് ആത്മാവിധ വെളിപ്പെടുത്തൽ ശക്തമായിട്ട് ഒറ്റ വിളിച്ച് കൃപയൊഴുകട്ടെ. വായിക്കകത്ത് ക്യാൻസർ രോഗമുള്ള ഒരാളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടും വെളിപ്പെടുന്നു ശക്തമായിട്ട് വെളിപ്പെടുന്നു. ആത്മാവ് വെളിപ്പെടുത്തി പറയുന്നു. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ മക്കളെയും കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ടും എല്ലാ മക്കളെയും കർത്താവ് ഏറ്റെടുക്കുന്ന വെളിപ്പെട്ടുകൊണ്ട് ശക്തമായിട്ട് താങ്ക് യു ലോർഡ്. ആമേൻ. സ്ഥലപ്പെടുത്തി ഹല്ലേലൂയ. ശാന്തമായിട്ട് ഇരിക്കുക, ശാന്തമായിട്ടിരിക്കുക. പ്ലീസ് ബി സീറ്റഡ്. ആമേൻ. ഇരിക്കാനിടയിലല്ലേ പ്രൈസ് ലോർഡ്. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് തന്നെ വലിയൊരു മിറക്കിൾ, അത്ഭുതം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നല്ല ചൂട്, നല്ല ബുദ്ധിമുട്ട്, നല്ല ഉഷ്ണം, നല്ല ക്ഷീണം, പ്രൈസ് ലോർഡ്. സ്റ്റിൽ നിങ്ങൾ നന്നായിട്ട് പങ്കെടുത്ത് സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് കൂട്ടായ്മ വലിയൊരു കൂട്ടായ്മയാണ്. ട്രിവാൻഡ്രത്തു നിന്നുള്ള ഭാഗങ്ങളിൽ ആളുകളുണ്ട്. ആലപ്പുഴ ആ ദേശത്ത് നിന്ന് ബസ്സുകൾ വന്നിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി പേര് ബസ്സിന് വന്നിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് വന്നിട്ടുണ്ട്. ഇവൻ ഇവിടെ ഗവൺമെൻറ്റ്സ് വന്നിട്ടുണ്ട്. പ്രിസലോഷ് ഒറിജിനൽ ഗവൺമെൻറ്റ്സ് മലയാളം അറിയത്തില്ല. പ്രിസലോഷ് ഇടയ്ക്ക് നമ്മൾ ഇച്ചിരി ഇംഗ്ലീഷൊക്കെ പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കും. പ്രിസലോഷ് ഒത്തിരി അവിടെ നിന്ന് തന്നെ കുറേ ആളുകൾ എത്തിയിട്ടുണ്ട്. പ്രിസലോഷ് അപ്പോൾ എല്ലായിടത്തും ബോംബെയിൽ നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. പ്രിസലോഷ് യേശുവേ നന്ദി.
മറ്റ് ഭാഷക്കാരെത്തിയിട്ടുണ്ട്, തമിഴീൻസ് എത്തിയിട്ടുണ്ട്, കന്നഡക്കാരെത്തിയിട്ടുണ്ട്. ക്രിസ്തലോഷ് എല്ലാ മക്കളെയും കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിസ്തലോഷ്. അപ്പോൾ ദൈവം തന്ന ഒരു വലിയൊരു കൂട്ടായ്മ ഇത്. ക്രിസ്തലോഷ്. കർത്താവ് അനുഗ്രഹിക്കുന്ന ദിവസം ദൈവം തൻ്റെ മക്കളെ വിദൂരങ്ങളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരിക. ക്രിസ്തലോഷ്. ആത്മാവ് എല്ലാവരും കൂട്ടി യോജിപ്പിക്കാൻ നിങ്ങൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കൈകളടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഉച്ചത്തില് കരങ്ങളുയർത്തുകയടിച്ച് ആമേൻ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സർവ്വത്തിൽ പറ ഹല്ലേലൂയ. ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നുണ്ട്. യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. വിളിക്കുന്ന ഓരോ വ്യക്തിയോടും നിന്നെ ദൈവം സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ പാപിക്ക് വേണ്ടി മരിച്ചവൻ. അദ്ദേഹം പാപിയെ രക്ഷിക്കാൻ, പാപിയുടെ അവൻ്റെ കുറ്റത്തെ എല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി അവൻ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ആ യേശുവിനെ നീ അറിഞ്ഞ, യേശുവിനെ വിളിച്ചോണം. ഏറ്റവും നാമം സ്വർഗത്തിൽ കയറാൻ ആ വാതൊക്കെ ചെല്ലുമ്പം പത്രോസ് ചോദിക്കും, നീ ആരാ? യേശുവിൻ്റെ ആളെന്ന് കെട്ടിവിടും. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ പേര് പറഞ്ഞാൽ യേശുവിൻ്റെ ആളാണ്. യേശുവാണ് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം യേശു. എങ്കിൽ എൻ്റർ. പ്രൈസ് ദി ലോർഡ്. ഒട്ടനെ അകത്ത് കയറ്റുകയാണ്. അതാണ് രക്ഷപ്പെടാൻ ഒറ്റ വഴി. എന്നെ കൂടാതെ ആർക്കും അവിടെ കയറാൻ പറ്റരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് പ്രവേശിക്കുന്നില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞവനാ കള്ളൻ. അവൻ പറഞ്ഞു, യേശുവേ അങ്ങ് രാജ്യത്തിലാക്കി എന്നെ കൂടി നീ ഇന്ന് എന്നോട് കൂടെ പ്രതിഷ്ഠിതനായിരിക്കും. അവൻ യേശുവിനെ അവൻ സ്വീകരിച്ചു. അവൻ പറഞ്ഞു, യേശുവേ അങ്ങ് എന്നെ കൂടി ഓർക്കണേ എന്ന് വെച്ചാൽ അവനങ്ങ് കൊടുത്തു. ഈശോയ്ക്ക് തൻ്റെ ജീവിതം മുഴുവൻ കൊടുത്തു. ഈശോയെ നീ എന്നെ എടുത്തോണേ, ഞാൻ നിൻ്റെതാണ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. അപ്പം പറഞ്ഞു, ഈശോ ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം. യേശുവിൻ്റെ തോളെ കയറുന്നവൻ ഈശോ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അതേ പാപിയാണെങ്കിലും അവൻ്റെ തോളെ കയറാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ തോളെ കയറുന്നവനെ അവൻ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അവൻ കൊണ്ടുപോയി അങ്ങ് എത്തിക്കും. അവൻ കൊണ്ടുപോയിക്കോളും. പ്രൈസ് ദി ലോർഡ്. അതാണെന്ന് ഈശോ, അതാണ് ഈശോയുടെ സ്നേഹം. അതാണ് അവൻ നമ്മളെ രക്ഷിക്കുന്നവനാണ്. സ്നേഹം കൊടുത്ത് പറയാം ഹല്ലേലൂയ. ആരുമില്ലെങ്കിൽ നിങ്ങൾ പേടിക്കരുത്. പക്ഷേ നമുക്ക് ആരുണ്ട്? പറഞ്ഞേ, ഈശോ. പറയാം ഹല്ലേലൂയ. ഒരിക്കലും ഈശോ പറഞ്ഞു, ഈശോയിൽ ആശ്രയിക്കുന്നവരെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്നവരുണ്ട്. ഈശോയിൽ വിശ്വസിക്കുക, ഈശോയിൽ അതാണ് മാനസാന്തരപ്പെട്ടപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ജീവിതമൊക്കെ നയിച്ച് ഈശോയുടെ വചനം കേട്ട് എല്ലാ അശുദ്ധിയൊക്കെ വിട പറഞ്ഞ് ഈശോയുടെ അടുത്ത് കഴിഞ്ഞുണ്ടല്ലോ, ഈശോ നമ്മൾ പൊന്നുപോലെ നോക്കും. ഹെബ്രായ ലേഖനം 13:5 വചനമുണ്ട്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റു പറഞ്ഞേ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏറ്റു പറഞ്ഞേ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഒരു കാര്യത്തിലും നമ്മളെ അവഗണിക്കില്ല. ലോകം നമ്മൾ ഒത്തിരി അവഗണിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് അവസാനം കിട്ടാൻ പോകുന്നത് എന്താണാവോ? ഉറക്കെ പറഞ്ഞ് എന്താ കിട്ടാൻ പോകുന്നത്? അവഗണന. പ്രൈസ് ദി ലോർഡ്. മക്കളിൽ നിന്നും ജീവിത പങ്കാളിൽ നിന്നും നാട്ടുകാരും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും എല്ലാവരും കിട്ടുന്ന അവഗണനയാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ കുറേ പേര് നമ്മൾ ഉപേക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ലോകം അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ പെരുമാറിയില്ലെങ്കിൽ അവർ നമ്മളെ ഉപേക്ഷിക്കും, അവർ നമ്മളെ തള്ളിക്കളയും, അവർ നമുക്ക് വേണ്ടെന്നവരെ, ഈ അച്ഛനെ വേണ്ടെന്നവരെ, ഈ ഭർത്താവിനെ വേണ്ട, ഈ ഭാര്യയെ വേണ്ട, ഈ മാതാപിതാക്കളെ വേണ്ട, ഈ മക്കളെ വേണ്ട, ഈ ആരും വേണ്ട, നിങ്ങൾ ആരും സഹായിക്കേണ്ട, നിങ്ങൾ ആരും സഹായിച്ചു. അപ്പോൾ എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കും. ഈശോ പറഞ്ഞു, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ നിനക്ക് വേണ്ടി കുരിശു. അവൻ നീ ഇവിടെ ചെയ്യേണ്ടത് ഈശോ അടുക്കുക, ഈശോ സ്നേഹിക്കുക, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ജീവിതം, നമ്മുടെ ഈശോയെ പ്രീതിപ്പെടുത്തുക. ജീവിതം മുഴുവൻ ഒരാളെ മാത്രം പ്രീതിപ്പെടുത്താൻ പഠിക്കുക. ആരെ മാത്രം? പറഞ്ഞേ, ആരെ മാത്രം? ഒരാളെ മാത്രം പ്രീതിപ്പെടുത്തുക, ഒരാളുടെ മാത്രം സന്തോഷം നോക്കുക, അത് ഈശോയുടെ മാത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ മനസ്സിന് ദുഃഖം ഉണ്ടാകില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ മനസ്സിന് ഭാരമുണ്ടാകില്ല. മക്കളെ പ്രീതിപ്പെടുത്താൻ പോയാൽ അവസാനം മക്കൾ നമ്മുടെ എല്ലാ പ്രീതിയും കളയും. പ്രൈസ് ദി ലോർഡ്. മുഴുവൻ സമാധാനവും കളയും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഭർത്താവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓടി നടന്നിട്ട് അവസാനം ഒന്നുമില്ല, ആ ഭർത്താവും ഇല്ല, ആരും ഇല്ല. പ്രൈസ് ദി ലോർഡ്. മക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടന്നു, നാട്ടുകാരെ പ്രീതിപ്പെടുത്താൻ നടന്നു, എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ നടന്നു. പക്ഷേ തളർന്നു. അവസാനം മനസ്സിലായി, ഇവനൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യത്തിൽ പറയാം ഹല്ലേലൂയ. ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആണ്. രാത്രിയും പകലും കിടന്ന് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് അവസാനം കിട്ടിയത് കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്നേഹിച്ച് അവസാനം കിട്ടിയത് കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ആ വേദന വരിക. ഈ വേദന ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടി ചെയ്യണം? പറഞ്ഞേ, ആർക്ക് വേണ്ടി ചെയ്യണം?
ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സ്നേഹത്തെ സഹിക്കുക, ഈശോയുടെ സ്നേഹത്തെ എല്ലാം ത്യജിക്കുക, ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈശോയോട് സ്നേഹിക്കുക, ഈശോയുടെ കൂടെ ആയിരിക്കുക. അങ്ങനെ അത് മതി, ഈശോ മാത്രം മതി, ഈശോ മാത്രം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മുറിവേറ്റ് കിടക്കുന്നവനെ എടുക്കാൻ വന്ന ദൈവമാണ് നമ്മുടെ ഈശോ, നല്ല സമരിയക്കാരൻ. അവനെ വന്നിട്ട് എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ 2 ദിനാറെ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞ് ഈശോ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ശരിക്കും ആ സത്രത്തെക്കുറിച്ച് പറയാം, സഭയാന്ന് പറയുന്നത്. ചർച്ച്, സഭ, കാത്തലിക് ചർച്ചിനെ കുറിച്ച് പറയുന്ന സത്രം. അത് ഈ കത്തലിക് ചർച്ചാണ്. ഈ വഴി കിടക്കുന്ന, പലയിടങ്ങളിൽ കിടക്കുന്ന ദൈവമക്കൾ, പാപമൂലം പ്രഥമായി അവർ യേശു അതോടെ എണ്ണയും വീഞ്ഞും വെച്ച് അവൻ്റെ മുറിവ് വെച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. എണ്ണയും വീഞ്ഞും ശരിക്കും പറയുന്ന മാമോദിസയാണ്. പ്രൈസ് ദി ലോർഡ്. എണ്ണയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിൻ്റെ അടയാളം. പ്രൈസ് ദി ലോർഡ്. വീഞ്ഞു പറയുന്നത് കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ അടയാളം. പ്രൈസ് ദി ലോർഡ്. അപ്പം പരിശുദ്ധാത്മാവിനെ കൊടുത്ത് തൻ്റെ ശരീരരക്തങ്ങൾ കൊടുത്ത് അവനെ ജീവൻ പിടിപ്പിച്ചു, അവനെ എടുത്തു. അവനെ വയ്യ, അവൻ പൂർണ്ണ സൗഖ്യം എടുത്തിട്ടില്ല. അവനെ എടുത്ത് നേരെ കഴുതപ്പുറത്ത് കയറ്റി ഈശോയെ കൊണ്ടുവന്ന് മാമോദിസയിലൂടെ ഒരാളെ ഈശോ ഏറ്റെടുക്കുക. വഴിയിൽ കിടക്കുന്ന ആളുകളാണ്, ഈശോ നഷ്ടപ്പെടാൻ കഴിയുന്നവരാണ്. സാത്താൻ്റെ ഉപദ്രവത്തിലൂടെ വീണുപോയ ജീവിതങ്ങൾ, തകർന്നുപോയ ജീവിതങ്ങൾ അവരെല്ലാം ഈശോ എടുത്തിട്ട് എടുത്ത് നേരെ കൊണ്ടുവന്ന സത്രം, സഭയാണ് കാത്തലിക് ചർച്ച്. സത്രത്തിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് 2 ദിനാറ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആ ദിനാറ് എന്താണ്? അത് പരിശുദ്ധ കുർബാനയാണ്. അതായത് വരുന്നിടം വരെ അവനിത് കൊടുത്തുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വരുന്നിടം വരെ ഈശോയുടെ രണ്ടാമത്തെ ആഗമനം വരെ, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, രണ്ടാമത്തെ ആഗമനം വരെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വേണ്ടത് മരുന്നിന് മരുന്ന്, അവൻ്റെ ഭക്ഷണത്തിന് ഭക്ഷണം, അത് കൊടുക്കാൻ വേണ്ടി 2 ദിനാറ്. അവൻ്റെ മരുന്നും അവൻ്റെ ഭക്ഷണവുമാണ് പരിശുദ്ധ കുർബാന, വചനം. നമുക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കൊടുക്കുക. പരിശുദ്ധ കുർബാനയും വചനമാണ്. ഈ വചനം കൊടുത്ത് അവനെ പോറ്റിക്കോണം. നമ്മൾ സത്രത്തിൻ്റെ ഉടമസ്ഥനോട് പറയുക. സത്രത്തിൻ്റെ ഉടമസ്ഥനാണ് വൈദികര്. പ്രൈസ് ദി ലോർഡ്. അവരാണ് വൈദികരാണ്. ഓരോ പള്ളിയിലെ അച്ഛന്മാരാണ്. അവരെ ഏൽപ്പിക്കുകയാണ്. അവർ കൊടുക്കുകയാണ്. പരിശുദ്ധ കുർബാനയും കുമ്പസാരവും കൂദാശകളും കൊടുത്ത് ഇവൻ്റെ ജീവൻ നിലനിർത്തുക. പ്രൈസ് ദി ലോർഡ്. വഴി കടന്ന് കെട്ടിയവൻ്റെ ജീവൻ നിലനിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ആത്മാവിൻ്റെ ജീവൻ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ വരെ? അവൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ആഗമനം വരെ സഭ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിനാൽ എടുക്കപ്പെട്ടു, വഴിയിൽ നിന്ന് എടുക്കപ്പെട്ട എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് പറയാമോ? ഇവിടുന്ന് എത്ര പേരുണ്ട് എടുക്കപ്പെട്ട് കർത്താവ് എടുത്തുകൊണ്ട് കൊണ്ടുപോയി സഭയാകുന്ന സത്രത്തിൽ കർത്താവ് കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? ഇതിനകത്തൊന്ന് കൈപൊക്കിക്കേ. ആമേ. 2 കരം ഉയർത്തിപ്പിടിച്ച് തിരിച്ചറിഞ്ഞ മക്കള് കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. യേശുവേ എന്ന് വിളിക്കട്ടെ. ആമേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നീ ആരുടെയാണ്? യേശുവിടെ. യേശു പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഇവനുള്ള മുഴുവൻ കാര്യം ചെയ്ത് കൊടുത്തോണം. പ്രൈസ് ദി ലോർഡ്. ഏൽപ്പിച്ചു തന്നിരിക്കുക എന്ന് പറയാ. അപ്പോൾ ഇപ്പോൾ മുതൽ നീ ആരുടെയല്ല, യേശുവിൻ്റെതാണ്. ആ സ്വത്ര സൂക്ഷിപ്പുകാരൻ ചിന്തിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇത് യേശുവിന് വേണ്ടി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യേശു ഭരമേൽപ്പിച്ച ആത്മാക്കൾക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ചെയ്തുകൊണ്ട് അവനെ കൊണ്ടുപോവാണ്. രണ്ടാമത്തെ ആകും വീണ്ടും വരുവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ട് ബാക്കി പിന്നെ ഞാൻ ചെയ്തു തീർത്തോളാം. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കുറവൊന്നും ബാക്കി ചെയ്ത് തീർത്തോളാം. പ്രൈസ് ദി ലോർഡ്. അവസാനം വരുമ്പോൾ എന്തെങ്കിലും കുറവുണ്ട് ബാക്കി ചെയ്തോളാം. അത് കർത്താവ് ബാക്കി ചെയ്യും. അവസാനം കർത്താവ് എല്ലാം നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കൾ സന്തോഷിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ സത്രത്തിലാണ്. സഭയാ സത്രത്തിൽ വഴി കിടന്ന് നമ്മളെ എണ്ണയും വീഞ്ഞും പരിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവിനാലും നമ്മളെ നിറച്ച് നമ്മളെ എടുത്ത് കർത്താവ് കൊണ്ടുപോയി തൻ്റെ സഭയിലെ സഭ തൻ്റെ വീടാണ്. സത്രം ഈശോയുടേതാണ്. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ വീടാണത്. ഈ ലോകത്തിലെ സഭ, ഭൂമിയിലെ സത്രം, ഭൂമിയിലെ ഈശോയുടെ സത്രമാണ് പരിശുദ്ധ ഈ സഭ. ആ സഭയ്ക്കകത്ത് കൊണ്ട് താമസിപ്പിച്ചിട്ട് അവസാനം വരും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എടുത്തുകൊണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അങ്ങ് വീട്ടിൽ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ആ സത്രത്തിൽ പ്രവേശിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആ സത്രത്തിലേക്ക് കൊണ്ടുവന്ന യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. വിളിച്ചാൽ മതി, വഴിയിൽ നിന്ന് യേശുവേന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ആരെല്ലാം വിളിക്കുന്നവരെല്ലാം യേശു ഏറ്റെടുക്കും. യേശു ഏറ്റെടുത്ത് അവനെ കൊണ്ടുപോയിക്കോളും. പ്രൈസ് ദി ലോർഡ്. അവനെ സുഖപ്പെടുത്തിക്കോളും, അവനെ അനുഗ്രഹിച്ചോളും. നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. 2 കരം പിടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, മുറിവേറ്റവരാ നമ്മൾ. ഒത്തിരി മുറിവേറ്റവരുണ്ട്. ചിലർക്ക് കോപിക്കും. കോപമൊക്കെ ഒരു മുറിവിൻ്റെ ഭാഗമാണ്. വീട്ടിൽ നിന്നൊക്കെ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ജീവിതങ്ങൾ ഒത്തിരി അവഗണിക്കപ്പെട്ടുകൊണ്ട് അങ്ങ് ചങ്ക് മുറിഞ്ഞു പോയി. ചില കുടിയന്മാരായിട്ട് മാറി. മുറിവാ. വീട്ടിലുണ്ടായിരിക്കുന്ന അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ കിട്ടിയ ഭയങ്കര അടി കാരണം മുറിവേറ്റുപോയി.
തളർന്നുപോയി. എന്നെ ചെയ്യുന്ന ചിലർ വ്യഭിചാര സ്വയംഭോഗ സ്വർഗത്തിക്ക് അടിമപ്പെട്ടു പോയി. സ്നേഹം കിട്ടാതെ വന്നപ്പോൾ കണ്ടതിൻ്റെയൊക്കെ പുറകെ അങ്ങ് പോയി. നല്ലൊരു വിശ്വസ്തതയുള്ളൊരു സ്നേഹബന്ധം ജീവിതത്തിൽ കിട്ടാതെ പോയപ്പോൾ സ്നേഹം അപ്പനെ കിട്ടിയില്ല, അല്ല അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, അല്ല ഭാര്യയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ സ്നേഹം കിട്ടിയില്ല. അപ്പോൾ അങ്ങ് പോയി മുറിവേറ്റു. ആ പോക്കൊരു തകർച്ചയായി മാറി. ആ പോക്കൊരു ജീവിതത്തിൻ്റെ സമനില തെറ്റിച്ചു. സ്വഭാവം തന്നെ മാറി. സ്വഭാവത്തിൻ്റെ സ്വന്തം സൗന്ദര്യം വിട്ടുപോയി. ഇപ്പം ഈ പെങ്കൊച്ചിൻ്റെ യഥാർത്ഥ ജീവിതം അറിഞ്ഞാൽ മനുഷ്യന് കല്ലെറിഞ്ഞു കൊല്ലും. ഇപ്പം ഈ മകൻ്റെ യഥാർത്ഥ ജീവിതം അറിഞ്ഞാൽ ആളുകൾ കല്ലെറിഞ്ഞു കൊല്ലും. അത്ര മുറിവേറ്റ് കിടക്കുക. പക്ഷേ അവന് വേണ്ടിയാണ് ആര് വന്നത് പറഞ്ഞേ? ഈശോ. അതുകൊണ്ടാണ് ആരും അവനെ തൊടാത്തത്, ആരും ശ്രദ്ധിക്കാത്തത്. അതുകൊണ്ടാണ് വഴി കിടക്കുന്ന ആളെ ആർക്കും നോക്കി, ഭൂമിയിലുള്ള ഒറ്റ മനുഷ്യൻ അവനെ തിരിഞ്ഞു നോക്കില്ല. ഒറ്റൊരാൾക്ക് പോലും അവളെ വേണ്ട, ഒറ്റൊരാൾക്ക് പോലും അവളെ വേണ്ട. അവൾ ശരിയല്ല, അവൻ ശരിയല്ല, ആ കുടുംബം ശരിയല്ല, ഒന്നും ശരിയല്ല, എല്ലാവരും ഉപേക്ഷിക്കും. അവന് വേണ്ടി ഒരാൾ വരും. ആരാന്നറിയോ? പറയോ? ആർക്കും വേണ്ടാത്തവനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരാൾ വരും. അവനാണ് നമ്മുടെ കർത്താവായ യേശു. ആ കർത്താവിനെ നീ അറിഞ്ഞ് സ്നേഹിക്കണം. ആ കർത്താവ് നിന്നെ കൊണ്ടുവരും. ആർക്കും വേണ്ടാതെ വഴി കിടക്കുന്നവന്. ആ മരിച്ചോ ഇല്ലയോ ആരും നോക്കുന്നില്ല, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. മരിച്ചു പോയാലും കുഴപ്പമില്ല, ജയിച്ചാലും കുഴപ്പമില്ല. ചില അപ്പന്മാരെ കുറിച്ച് മക്കൾ അപ്പം മരിച്ചാലും കുഴപ്പമില്ല, ചത്തുപോയാൽ മതി. അങ്ങനെ കിടക്ക അർത്ഥപ്രാണനായിട്ട് തീരാൻ പോവാ. ഇല്ല, നീ തീരാൻ ദൈവം അനുവദിക്കില്ല. നീ തീരാൻ ദൈവം അനുവദിക്കില്ല. നിന്റെ ജീവൻ പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ ജീവൻ പോകാൻ ദൈവം സമ്മതിക്കാത്തതുകൊണ്ടാണ് അവൻ തൻ്റെ ജീവൻ കൊടുത്ത് നിന്നെ വേണ്ടെടുത്തത്. നിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് അവൻ ജീവൻ കൊടുത്തത്. നിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് അവൻ ജീവൻ കൊടുത്തത്. ശ്രമത്തെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ ഈശോനെ സേവിക്കുന്നു, ആ ദൈവത്തിനെ സേവിക്കുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം അഗാധമായ സ്നേഹം. ആ ചത്തോട്ടെ മരിച്ചോട്ടെ എന്നെല്ലാവരും കരുതി എല്ലാവരും വീഴ്ചപ്പോൾ വരുന്നു. കഴുതപ്പുറത്ത് വരുന്ന നമ്മുടെ കർത്താവ് ഉത്തിതനായ ഈശോ വരിക. അവൻ നോക്കി നടക്കുന്നത്, അവൻ കണ്ണടച്ച് നടക്കുന്നവനല്ല, കണ്ണു തുറന്നു നടക്കുന്നവൻ ദൈവം. മുറിവേറ്റവർ നോക്കി വരിക. അപ്പോഴാണ് അവൻ കിടക്കുക. ഇറങ്ങിച്ചെന്നു, കയ്യിലുണ്ട് തൻ്റെ ശരീരവും രക്തവും കൊടുത്ത്, അന്ന് അവനെ കൊടുത്ത് അവൻ്റെ മുറിവുകളൊക്കെ വെച്ച് കെട്ടുന്നതെയോ അല്ലെ, മുറിവ് വെച്ച് കെട്ടുന്നതെയോ. നമുക്കൊക്കെ ഉണ്ടായ മുറിവ് വെച്ച് കെട്ടാൻ ആർക്കേ പറ്റുള്ളൂ? പറഞ്ഞേ ശരിക്കും നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില മുറിവൊക്കെ വെച്ച് കെട്ടാൻ മനുഷ്യർ നോക്കി നടക്കുമോ? അപ്പുറത്തേക്ക് ദൈവം നോക്കി നടക്കുള്ളൂ. എന്തേലും തകർക്കപ്പെട്ടു, പലരാലും തകർക്കപ്പെട്ടു, പലരാലും മുറിവേൽപ്പിക്കപ്പെട്ടു, ഒറ്റപ്പെട്ടു, ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, നമ്മൾ വാവിട്ട് നിലവിളിച്ചിട്ടുണ്ട്. നമ്മുടെ മുറിവ് കൂടിയതല്ലാതെ മുറിവ് കുറഞ്ഞിട്ടില്ല. ആ മുറിവേറ്റ് കിടക്കുന്നവനെ മുറിവ് വെച്ച് കെട്ടാൻ ശക്തിയുള്ള ഒരു മാത്രമുള്ളൂ ഈശോ. ഈശോ വന്നിട്ട് മുറിവ് വെച്ച് കെട്ടുക. മുറിവ് വെച്ച് കെട്ടുന്നത് ഒന്ന് എണ്ണ, പരിശുദ്ധാത്മാവിനെ കൊണ്ട്. 2 പരിശുദ്ധ കുർബാന. ഇത് രണ്ടും കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്നും കുർബാന സ്വീകരിക്കാൻ പറയുന്നത്. ഡെയിലി മാസ്, ഗോ ഫോർ ഡെയിലി മാസസ്. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുക. റിസീവ് ദി ഹോളി കമ്മ്യൂണിയൻ. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ മെഡിസിൻ. അത് മരുന്നാണത്, കൃപയാണ്. അത് സ്വീകരിക്കണം. സ്വീകരിച്ചാൽ നീ സുഖപ്പെടുത്തുക. അടുത്തിനോട്ട് പോവുക. സത്രം, സഭയാകുന്ന ലോകത്തിലെ സത്രം, സഭ, ക്രിസ്തുവിൻ്റെ സത്രം, ക്രിസ്തുവിൻ്റെ ഭവനം, ദൈവഭവനം. അവിടെ മുഴുവൻ രോഗികളാണ്. യേശുവേ നന്ദി. അവിടെ സഭയ്ക്കകത്ത് അസ്വസ്ഥകളോ വരും, കാരണം രോഗികളെ ശുശ്രൂഷിക്കുന്നത്. ഒരുപാട് വിഷമങ്ങളും ഒത്തുക്കണം, മുഴുവനും മുറിവേറ്റണം. യേശുവേ നന്ദി. കുറവുകളുണ്ട്, പല വിധത്തിലുണ്ട്. യേശുവേ നന്ദി, യേശുവേ നന്ദി. അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ സ്നേഹമാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മക്കളോടും ഈശോ പറയുന്നു, മോനെ മോളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആ ദൈവത്തെ നീ വിളിച്ചാൽ മതി, അല്ല വേറെ ആരെ ആശ്രയിക്കണ്ട. ഒരൊറ്റ നാമം, യേശു നാമം. യേശു, മൈ ജീസസ് ക്രൈസ്റ്റ്. അവനാണ് നമ്മുടെ എല്ലാം. ഇസ് മൈ റിഡീമർ, ഇസ് മൈ സേവിയർ. He can deliver me from all evil powers. അവനെനിക്ക് എന്നെ സുഖപ്പെടുത്താൻ പറ്റും. ഹിസ് ഹീലർ. എൻ്റെ ഇന്നർ വൂൺസ് എല്ലാം ഹീൽ ചെയ്യാൻ പറ്റും, എന്നെ സുഖപ്പെടുത്താൻ പറ്റും. He can. Just surrender all your wounds and difficulties. എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മൊത്തം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക.
അവൻ നിന്നെ സുഖപ്പെടുത്തും. കരയുക, just cry out. അവൻ നാമം വിളിച്ചപേക്ഷിക്കുക, call upon his name Jesus, വിളിക്കുക, അപ്പോൾ കാണാം അഭിഷേകം കാണാൻ പറ്റും. അപ്പോൾ നിന്നെ അവൻ സുഖപ്പെടുത്തും, അവൻ നിന്നെ രക്ഷിക്കും. ഇവിടേക്ക് ആരും വിഷമിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് അച്ഛനെ പറയാൻ, നിങ്ങൾ ആരും വിഷമിക്കരുത്. ഈശോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. ഈശോ നിങ്ങളെ നേടിയെടുക്കും. അവൻ ആരെ അവഗണിക്കില്ല. കൊച്ചു കുഞ്ഞിനെ പോലും അവഗണിക്കില്ല. പണക്കാരനാണെന്ന് കർത്താവ് നോക്കില്ല, പാവപ്പെട്ടവനാണെന്ന് നോക്കുന്നില്ല. ദരിദ്രം ഒന്നും ഈശോയുടെ കണ്ണിൽ അങ്ങനെയൊക്കെ ഒരു തരംതിരിവുള്ളവനല്ല നമ്മുടെ കർത്താവ്. ഒരിക്കലും ലോകമാണ് തരംതിരിവുകൾ കാണിക്കുന്നത്. ഈശോ ഒരിക്കലും തരംതിരിവ് കാണിക്കില്ല. ഈശോയ്ക്ക് അതറിയില്ല. കാരണം ഈശോ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അമ്മയ്ക്ക്. അത് രോഗിയാണെങ്കിലും വയ്യാത്ത കുഞ്ഞാണെങ്കിലും പൊൻകുഞ്ഞാണ് അമ്മയ്ക്ക്. പക്ഷെ ഒന്നുമില്ലാത്ത കുഞ്ഞാണ് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ദൈവത്തിന്, നമ്മുടെ ഈശോയ്ക്ക് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നമുക്ക് പറഞ്ഞ ഹല്ലേലൂയ, നീ എനിക്ക് പ്രിയങ്കരനും അമൂല്യനാണ്. നീ എനിക്ക് പ്രിയങ്കരനാണ്, അമൂല്യനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് നിറയട്ടെ. ഈശോ അറിഞ്ഞ് സ്നേഹിക്കാനുള്ള കൃപ നിനക്ക് ലഭിക്കും. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഒറ്റ വിളി യേശുവേ. കട്ടം അടിയട്ടെ, 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 അടിയട്ടെ. യേശു ആരാധന. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ഈ നാള് ആമേൻ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സാക്ഷ്യങ്ങൾ വായിക്കാൻ പോവുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ ഞാൻ ഈ നാളുകൾ ഒത്തിരി അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശുശ്രൂഷകൾ മുഴുവൻ നമ്മുടെ കർത്താവ് ഇറങ്ങി നിന്നാണ് പ്രവർത്തിക്കുന്നത്. വളരെയധികം ഇറങ്ങി പ്രവർത്തിക്കുക. ഇന്നാളുകൊണ്ട് വലിയൊരു മറക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാവരും കേട്ടോണം. കർത്താവിന് മഹത്വം കൊടുക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ ഏറ്റവും വലിയ സംഭവം ഉള്ളത്, എൻ്റെ ഇവിടെ തന്നെ ശുശ്രൂഷയിൽ ഇവിടെ സഹായിക്കുന്ന, ഞാൻ ധ്യാന സെൻറ്റർ തുടങ്ങിയ നാൾ തൊട്ട് എൻ്റെ കൂടെയുള്ള ഒരു പയ്യനാണ്. അവൻ പയ്യനല്ല, അവന് 10-35 വയസ്സിപ്പം പ്രായമുണ്ട്. അപ്പോൾ അവന് കല്യാണം കഴിച്ച് ഒരു കുട്ടിയെക്കൊണ്ട്. അവൻ്റെ പേര് അരുണാണ്. അവനിവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. അവൻ്റെ ജീവിതത്തിൽ കർത്താവ് കഴിഞ്ഞ ആൾ ചെയ്ത വലിയൊരു അത്ഭുതത്തിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വണ്ടർഫുൾ മിറക്കിൾ, വണ്ടർഫുൾ മിറക്കിൾ. പ്രൈസ് ദി ലോർഡ്. ഇവന് ഒരു 4-5 വർഷം മുമ്പ് ഒരു ദിവസം ഭയങ്കരമായ തലവേദന. ഇത് ഭയങ്കര തലവേദന വന്നിട്ട് ഇവനെ നേരെ കോട്ടയം, ഞങ്ങൾ കട്ടപ്പനയുള്ള സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഉടനെ എവിടുന്ന് പറഞ്ഞു, സ്കാൻ ചെയ്ത് പറഞ്ഞു തലയ്ക്കകത്ത് ട്യൂമറുണ്ട്, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്, അതുകൊണ്ട് നിങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോട്ടയം മാതാ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അവനെ എത്തിച്ചു. മാതാ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്കും സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എമർജൻസി ആയിട്ടുള്ള പ്രോബ്ലമാണ്, അല്ല എമർജൻസി ആയിട്ടുള്ള ഓപ്പറേഷൻ ആവശ്യമുണ്ട്, അവിടെ എത്രയും പെട്ടെന്ന് അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞങ്ങളുടെ സ്നേഹിതരെല്ലാം പറഞ്ഞു നമുക്ക് അവിടുന്ന് മാറ്റി നമുക്ക് വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്കും ഇവൻ്റെ ബോധമൊക്കെ മറഞ്ഞു. പിന്നെ പിച്ചുബേയൊക്കെ പറയാൻ തുടങ്ങി. ഇവൻ എന്താ പറയുന്നത് ഇവൻ എന്നെ അറിയത്തില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ട്, ഓപ്പറേഷൻ ചെയ്യണം, എല്ലാ ക്രമീകരണങ്ങൾ നടത്തിക്കൊള്ളാനായിട്ട് അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവനീ പിച്ചുബേയും വിളിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരിങ്ങനെ കിടന്നുണ്ട്. അതൊക്കെ വിളിച്ച് അറിഞ്ഞ് അവൻ്റെ എല്ലാം ബോധമെല്ലാം മറഞ്ഞുപോയി. അപ്പോൾ ശരിക്കും ട്യൂമറകത്താണ്. സ്കാൻ റിപ്പോർട്ടും എല്ലാ റിപ്പോർട്ടും വളരെ പെയിൻഫുൾ ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് ഇവന് ഈ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് ഇവനെ ഇടയ്ക്ക് വിളിച്ചു പറയും എനിക്കൊന്നും വേണ്ട, എനിക്ക് അണക്കരെ പോയി അച്ഛൻ്റെ പ്രാർത്ഥന മേടിച്ചണം. പ്രൈസ് ദി ലോർഡ്. ഇവനിങ്ങനെ അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റാൻ വേണ്ടി പോകുന്ന ആളിനെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവസാനം ഇവർ പ്രത്യേകം പെർമിഷൻ മേടിച്ചിട്ട് ഇവനെ എടുത്തുകൊണ്ട് അവനെ കൊണ്ട് ഒരു ദിവസം അന്നായി ഓപ്പറേഷൻ്റെ 2 ദിവസം മുമ്പ് ഇവനെ എടുത്തു. ഇവനെ അറിഞ്ഞുകൊണ്ടല്ല ഇത് പറയുന്നത്. പിച്ചുമയും വിളിച്ച് പറയുന്നത്, ബോധത്തോടൊന്നും പറയുന്നതല്ല. അവനെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു, എൻ്റെ മുറിയിൽ കൊണ്ടു. വൈകിട്ട് 8 മണി സമയത്ത് കൊണ്ടുവന്നു. 2 ദിവസം കഴിയുമ്പോൾ ഓപ്പറേഷനാണ്. ഞാനത് ഇവൻ വന്നു, ഇവൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാനിവിടെ പ്രാർത്ഥിച്ച കാര്യം ഇപ്പം പോലും ഇവന് പോലും അറിയില്ല. വീട്ടുകാർക്ക് മാത്രം, ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം അവനറിയുന്നില്ല. തലേക്ക് ചോദിച്ചു യേശുനാമത്തിൽ ബന്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മുറിവുണക്കുന്ന നാമമാണ് ആരുടെ നാമം? പറഞ്ഞേ, സൗഖ്യപ്പെടുന്ന നാമമാണ് യേശുനാമം. പ്രൈസ് ദി ലോർഡ്. കുരിശ് വരച്ചപ്പോഴത്തേക്കും കുരിശ് വരച്ചു, ആനമുള്ള തളിച്ചു, 2-3 വട്ടം പ്രാർത്ഥിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, അപ്പൻ ചോദിച്ചു അച്ഛാ എന്നാ ചെയ്യണം? ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നാളെ ചെല്ലുമ്പോൾ ഡോക്ടറോടൊന്ന് ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന്. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു പറയണ്ട. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിമാർക്ക് നമുക്ക് യേശുവിൻ്റെ ശക്തി അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കല്ലേ യേശുവിൻ്റെ ശക്തി അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിയുള്ളവർക്കല്ലോ യേശുവിനെ അറിയാവുന്നു. പ്രൈസ് ദി ലോർഡ്. കൃപയുള്ളവർക്കല്ലേ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കൃപയുള്ളവർക്കല്ലേ യേശുവിൻ്റെ ശക്തി അറിയത്തുള്ളൂ. പിറ്റേ ദിവസം സ്കാൻ ചെയ്തപ്പോൾ തലയിൽ അങ്ങനെ ട്യൂമറേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. കംപ്ലീറ്റ് ആയിട്ട് കർത്താവ് സൗഖ്യപ്പെടുത്തി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോ
അടുത്ത സംഭവം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങ് പോകുന്നു. അന്ന് അവൻ തീരുമാനം എടുത്തു, ഇനിയുള്ള ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ശുശ്രൂഷ. നല്ല എഡ്യൂക്കേറ്റഡ് ആയി പയ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അവനെ എയർ ഹോസ്റ്റസ് ഇങ്ങനെ എയർ ക്രൂ അപ്പോൾ പഠിച്ച് ഒത്തിരി വിദ്യാഭ്യാസമുള്ള വെച്ചാൽ അവൻ എൻ്റെ കൂടെ ഫുൾ ടൈം തന്നെ ശുശ്രൂഷ ചെയ്യാൻ തീരുമാനമെടുത്തു. പ്രതിജ്ഞ, ഒരു നേർച്ച പോലെ അവൻ തുടങ്ങി. അങ്ങനെ വന്ന് കഴിഞ്ഞ ഒരു മാസം മുമ്പ് പ്രൈസ് ദി ലോർഡ് വീണ്ടും തലവേദന. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. തലവേദന വന്നിട്ട് ഇവനെ കട്ടപ്പന സെൻറ്റ് ജോൺസിൽ കൊണ്ടുപോയി. ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റൽ അതാ. അപ്പോൾ അവർ പറഞ്ഞു ഇത് പെട്ടെന്ന് അടുത്ത വേദന നല്ല ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ കൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. കോളേജ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ബോബി ജോസ് എന്ന ഡോക്ടർ, ന്യൂറോ സർജനായ ഡോക്ടർ, എനിക്ക് അറിയാവുന്ന ഡോക്ടർ കൂടിയാണ്. ആളുടെ അടുത്ത് ഒരു കൊണ്ടുപോയി. ഡോക്ടർ കണ്ടുപാടെ പറഞ്ഞു ഉടനെ തന്നെ ഒരു ആൻജിയോഗ്രാം ടെസ്റ്റ്, തലയ്ക്കുള്ളൊരു ആൻജിയോഗ്രാം ഉണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ഇവൻ്റെ തലയ്ക്കകത്ത് ഫെസ്റ്റുല എന്നുള്ള രോഗം. പ്രൈസ് ദി ലോർഡ്. അത് വളരെ സീരിയസ് റേഞ്ചിൽ തലനിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെരി സീരിയസ്, വെരി സീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് തലയ്ക്കകത്തൊരു ഒരു 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 6 സെൻറ്റിമീറ്ററോളം 6-8 സെൻറ്റിമീറ്റർ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സെക്കൻഡ്, മിനിറ്റുകൾ അല്ല ദിവസങ്ങൾക്കുള്ളിൽ അവിടെ പൊട്ടുന്ന അങ്ങനെ ഇവർക്കറിയാം. അവർ ഈ മുഴുവൻ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന അവർ മെഷീനുകളുണ്ട്. അവർക്ക് വ്യക്തമായിട്ട് തലച്ചോറ്. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ആൾ പോകും. അല്ലെങ്കിൽ ആളുടെ ഒരു ഭാഗം പാരലൈസ്ഡ് ആയി. പിന്നെ 34-35 വയസ്സ് പ്രായമുള്ള കൊച്ചാണ്. അപ്പം ഞങ്ങളാകെ പേടിച്ച്, ശരിക്കും പേടിച്ച് ഞങ്ങളെല്ലാവരും പ്രാർത്ഥന തുടങ്ങി. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഉടനെ എന്നോട് ഈശോ പറഞ്ഞു പെട്ടെന്ന്, എന്നോട് ഞാൻ ഇങ്ങനെ കുറച്ച് വിഷമിച്ച് ഇതിൻ്റെ കാര്യം കണ്ടു ആകെ വിഷമിച്ച് ഞാൻ പല ഈശോയുടെ അടുത്തിട്ട് ഈശോ എന്ന് വെച്ചാൽ അപ്പോൾ ഉടനെ ഈശോ പറഞ്ഞു ഇവൻ്റെ വീട്ടിൽ ചെന്നിട്ട് വീടൊന്ന് വെച്ചിരിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പം ഞാൻ വണ്ടിയെടുത്ത് വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള അപ്പനമ്മ, ഇവൻ്റെ കൊച്ചുണ്ട്, ഇവൻ്റെ പെങ്ങളുണ്ട്, ഇത്രയും പേരുടെ തലയ്ക്ക് വെച്ച് ബന്ധിക്കുമ്പോൾ ഇതിങ്ങനെ ബോധം കിട്ടും അങ്ങ് വീഴുക. ഇവരെല്ലാവരും ഒരുപോലെ അങ്ങ് മറിഞ്ഞിടിച്ച് വീഴുക. 8-10-15 പ്രാവശ്യങ്ങൾ ഇവരെല്ലാവരും വീഴുക. ഞാൻ വീടിനകത്ത് മുഴുവൻ ഹോളി ആടനമ്മൽ തളിച്ചു. അപ്പോൾ ഇങ്ങനെ ഈശോ ഇവരോട് ചോദിക്കുക ദേശത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഈ ദേശം ഞാൻ പറഞ്ഞിങ്ങനെ ഈ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പ്രത്യേകിച്ച് ഈ വ്യഭിചാരം മ്ലേച്ഛ പാപങ്ങൾ നടക്കുന്ന ദേശത്ത് ചിലപ്പോൾ നമ്മൾ ജീവിച്ച് ചെയ്യുമ്പോൾ രോഗബാധകൾ വരും. ചില പൈശാച അങ്ങനെ ഒരു സ്പിരിറ്റിനെ ഞാൻ കാണിച്ചു. ഇവരാണ് നല്ല വിശുദ്ധമായ കൃപയിൽ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഫാമിലി. പ്രൈസ് ദി ലോർഡ്. എന്നും പള്ളിയിലും നല്ല പഴയ കുടുംബം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിച്ചു കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് അപ്പം എന്നോട് വെച്ചാൽ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സംശയങ്ങളുള്ള ചുറ്റൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ ഹല്ലേലൂയ യേശു. പക്ഷേ ഞാൻ പറഞ്ഞത് എന്നെ അറിഞ്ഞുകൂടെ, നമുക്കത് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ മേഖല വെച്ചുകൊണ്ട് യേശു നാമത്തിൽ ബന്ധിക്കുന്നത് ഈ ദേശത്ത് എവിടെയെങ്കിലും വ്യഭിചാരത്തിൻ്റെ, സ്വയംഭോഗത്തിൻ്റെ, സ്വർഗ്ഗരതിയുടെ തിന്മയുടെ അരൂപികൾ ഈ ദേശത്ത് എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അവയെ ബന്ധിക്കുന്നു. എന്നേക്കാണ്ട് കെട്ടി കർത്താവിൻ്റെ കുരിശിൻ്റെ വീട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ദേശത്ത് എവിടെയെങ്കിലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് എവിടെയെങ്കിലും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്തരം പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പിന്നെ ഈ സ്പിരിറ്റ് പ്രവർത്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മിറക്കിൾ ചേഞ്ചായി, ശാന്തമായി, വളരെ ശാന്തം. വീട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി. എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടുള്ള ഫാമിലി അവർ. അപ്പം എന്നോട് വെച്ചാൽ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഇവൻ്റെ തലയ്ക്ക് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആദ്യ ശനിയാഴ്ച. പ്രൈസ് ദി ലോർഡ്. ആദ്യ ശനിയാഴ്ച 2 ദിവസം മുമ്പാണ് ഞാൻ പോയത്. കഴിഞ്ഞ ആദ്യ ശനിയാഴ്ച ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഈ ആദ്യ ശനിയാഴ്ച കൂടിയിട്ട് തീരുമാനിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആദ്യ ശനിയാഴ്ച ഇതുപോലെ നിങ്ങളുടെ കൂടെ ഒന്ന് അവൻ ഇവിടുന്ന് കൂടി അപ്പനും അമ്മയും എല്ലാം വന്നു. എന്നും പ്രാർത്ഥിക്കുന്നവർ. കുർബാനയെല്ലാം കൂടിയ ശേഷം എൻ്റെ മുറി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവൻ്റെ തലയൊക്കെ യേശുനാമം ഞാൻ പ്രാർത്ഥിച്ചു. വീണ്ടും യേശു അത് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. നമ്മൾ കളിച്ചു. അപ്പോൾ എനിക്ക് ഈശോ കാണിച്ചു പോയി. പോയി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ കേൾക്കുക. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എന്നെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു വേറൊരു ഡോക്ടറിനെയും കൂടെ ഒരു സ്ഥലത്തും കൂടെ നമുക്കത് കാണിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പം മറ്റൊരു ഡോക്ടർ പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് തലയ്ക്ക് ഓപ്പറേഷൻ, പ്രൈസ് ദി ലോർഡ്, സഡൻ ഓപ്പറേഷൻ ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു കാണിച്ച് ലെസ്സി ഹോസ്പിറ്റൽ എറണാകുളത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുത്തെ ന്യൂറോ സർജനെ കാണിച്ചേക്കാൻ പറഞ്ഞു. അവിടുത്തെ അവർ റിപ്പോർട്ടെല്ലാം കൊണ്ട് ന്യൂറോ സർജൻ കണ്ടപാട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ചെയ്യണം, ഇത് നിങ്ങൾ താമസിക്കരുത്, ഇറ്റ്സ് വെരി ഡേഞ്ചറസ് പോയിന്റ്. ഓക്കെ, അവർ റിപ്പോർട്ട് മാത്രമേ കാണുള്ളൂ. പഴയ റിപ്പോർട്ട് ഒരാഴ്ച മുമ്പ് എടുത്ത റിപ്പോർട്ട്. ഉടനെ ഇവരെന്നെ അച്ഛ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പം അവൻ്റെ വൈഫ് വിദേശത്ത്.
ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ രണ്ട് കൊടുത്ത് ഉടനെ എടുത്തു വെച്ചാൽ പെട്ടെന്ന് എത്താൻ പോവുക, എല്ലാവരും വിഷമത്തില്ല. അപ്പോൾ ഇതിന് ഓപ്പറേഷന് മൊത്തം തുക വരുന്നത് 4 ലക്ഷം രൂപ. അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നൊരു പ്രത്യേക ഓപ്പറേഷനാണ്. നമ്മുടെ ഈ ഞരമ്പിലൂടെ ഒരു മരുന്ന്, ഒരു ഗ്ലൂ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രോഡക്റ്റാണ്. ഈ സാധനം കയറ്റിവിട്ടിട്ട് തലച്ചോറിൽ ആ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു പൊത്ത് പോലുണ്ട്, ഈ ബ്ലഡ് ഒഴുകുന്ന ബ്ലഡ് ഇങ്ങനെ ഇപ്പോൾ ഒരു പൈപ്പിൽ നിന്ന് പൊട്ടി ഇങ്ങനെ സ്ഥലത്ത് പോകുന്ന പൊസിഷൻ, ഒരു ലീക്കാണ്. അപ്പോൾ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഈ സാധനം കൊണ്ട് ഫിക്സ് ചെയ്യും. ആ ഒരു ഗ്ലൂ എന്ന് പറയുന്ന ഒരു വളരെ ഇത്ര ചെറിയ സാധനത്തിൻ്റെ വില കേട്ട പേടിച്ചു പോകും. 2.5 ലക്ഷം രൂപ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി പെട്ടെന്ന് ഓപ്പറേഷന് കൊണ്ടുപോയി. ഇവർ കൊണ്ടുപോയി. അപ്പം എന്നോട് ചോദിച്ചു, എന്നെ പറഞ്ഞു, ഇവരോട് ചോദിച്ചു, അച്ഛൻ നമ്മൾ കൊണ്ടുപോകും. ഇനി കർത്താവിനെ വിട്ടു, കർത്താവ് ബന്ധിച്ചു കഴിഞ്ഞു, കർത്താവ് അഴിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈശോ അത് ദൈവമാണ്. നമ്മുടെ ഈശോ ദൈവമല്ലേ, നമ്മുടെ ഈശോ ജീവിക്കുന്ന ദൈവമല്ലേ, നമുക്ക് കാണത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ കൂടെ കേട്ടോ. അങ്ങനെ അവിടെ ചെന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ബോബി ജോസ് ഭയങ്കര ഡോക്ടറാണ്, മിടുക്കൻ ഡോക്ടറാണ്. ഓപ്പറേഷന് കയറ്റി, തിയേറ്ററിൽ കയറ്റി. 8 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനാണ്. 6 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ 8 മണിക്കൂറത്തെ ഓപ്പറേഷനാണ്. മേജർ ഒരു സർജറിയാണ് വരുന്നത്, ഇൻസൈഡ് വരുന്ന സംഭവമാണ്. കയറ്റി അവരെ പ്രൊസീജിയർ ആരംഭിച്ച് മരുന്ന് കയറ്റിക്കൊണ്ടാണ് ആദ്യത്തെ ഫസ്റ്റ് പ്രൊസീജിയർ. കയറി ചെന്ന് അവർ സ്ക്രീനെ നോക്കുമ്പോണ്ടേ ഇങ്ങനെയൊരു രോഗം തലയിലില്ല.